സിലിജി, ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടന്നു. ഇപ്പോൾ യുദ്ധം അവസാനിച്ചു. ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തു. അതിനു മുമ്പേ പിന്നെ പിടിച്ചു വെച്ച ബന്ദികളെയൊക്കെ വിട്ടുകൊടുത്തു. പക്ഷേ സത്യത്തിൽ ആരാ യുദ്ധത്തിൽ ജയിച്ചത്? ഒരു വിഭാഗം പറയുന്നു ഹമാസ് ജയിച്ചു, ഇസ്രായേൽ തോറ്റ് ഇപ്പോൾ കരഞ്ഞു മെഴുകുകയാണെന്നൊക്കെ പലരും നിലവിളിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ യുദ്ധത്തിൽ ആർക്കാണ് നേട്ടമുണ്ടായത്? സത്യത്തിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ടോ? യുദ്ധം ആർക്കെങ്കിലും നേട്ടങ്ങൾ സമ്മാനിക്കുമോ? യുദ്ധങ്ങൾ എല്ലായ്പ്പോഴും വിനാശകരമാണ്. അത് മനുഷ്യനെ ഇല്ലാതെയാക്കും, സാമ്പത്തികാവസ്ഥ ഇല്ലാതാക്കും, കെട്ടിടങ്ങൾ നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് ഉൾപ്പെടെ ഇല്ലാതാക്കുന്നതാണ് യുദ്ധങ്ങൾ. ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യവും തമ്മിലാണ് യുദ്ധമെന്ന് പറയപ്പെടുന്നു. പലസ്തീന് വേണ്ടി പോരാടാൻ എത്തിയത് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയാണ്. അവരാണ് ആ മേഖലയിലൊക്കെ ഈ ഭരണം നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഗസ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടന്നു. അപ്പോൾ ഈ സെപ്റ്റംബർ 11 അമേരിക്കയിൽ ട്വിൻ ടവർ ഇടിച്ച് തകർത്തിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു വിമാനം. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു സംഭവമാണ് 2023 ഒക്ടോബർ 7 നടന്ന സംഭവം. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവിടെ വന്നിറങ്ങിയെന്ന് ആലോചിച്ച് നോക്കിയേ, പാരച്യൂട്ടിൽ വന്ന ആളുകൾ ഇറങ്ങുന്നു. അപ്പം ബുൾഡോസറും ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ അതിർത്തിയിലെ വേലി തല്ലിപ്പൊളിക്കുന്നു. എന്നിട്ട് 7000-ഓളം ഹമാസിൻ്റെ ഭീകരർ ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറുന്നു. 1200-ഓളം വരുന്ന ഇസ്രായേലിലെ പുരുഷന്മാരെയും സ്ത്രീകളെയും വെടിവെച്ച് കൊല്ലുന്നു. സ്ത്രീകളെയൊക്കെ ക്രൂരമായി റേപ്പ് ചെയ്യുന്നു. കുട്ടികളെ ഉൾപ്പെടെ കഴുത്തറുത്ത് കൊല്ലുന്നു. എന്നിട്ട് 250-ഓളം ബന്ദികളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഒരു കാരണവശാലും ലോകവും ഇസ്രായേലും ഉള്ള കാലത്തോളം ഈ സംഭവം മറക്കില്ല. അപ്പോൾ വരും തലമുറകൾക്ക് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ച ഈ യുദ്ധം, അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് എത്രയോ കാലമായി ഇസ്രായേലിനും ആഗ്രഹമുണ്ട്, ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും ഒക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി ചാർജ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് യുദ്ധം നിർത്തണമെന്നുള്ളത് ട്രംപിൻ്റെ തന്നെ പ്രഖ്യാപനമാണ്. എന്തായാലും അത് സാധിച്ചു. അതിൻ്റെ ഫലമായി ഇപ്പം നമുക്ക് പുറത്ത് വരുന്ന ഒരു കണക്കുകൾ വെച്ച് നോക്കാം. അപ്പോൾ ആര് ജയിച്ചു എന്ന് പറയാം. നിലവിൽ ഈ യുദ്ധം മൂലം 47,899 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇത്രയും പേരെന്ന് പറഞ്ഞാൽ പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. ഇവർക്കിടയിൽ ഹമാസിൻ്റെ പോരാളികൾ ഒളിച്ചിരുന്നു. അപ്പോൾ വളരെ വിരലിലെണ്ണാവുന്ന അല്ലെങ്കിൽ 100-ൽ താഴെയുള്ള ഹമാസ് പോരാളികളായിരിക്കും കൊല്ലപ്പെട്ടത്. പക്ഷേ സാധാരണക്കാർ എത്ര പേരെ കൊല്ലപ്പെട്ടു? അപ്പോൾ ഹമാസ് അവസരം കിട്ടുമ്പോഴൊക്കെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തും. ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഈ മനുഷ്യ കവചമായിട്ട് ജനങ്ങളെ നിർത്തും. ആശുപത്രിക്ക് പോയി ഒളിച്ചിരിക്കും, സ്കൂളുകൾക്ക് മുമ്പിൽ പോയി ഒളിച്ചിരിക്കും, മാർക്കറ്റിൽ പോയി നിൽക്കും. അവിടേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തും. സ്വാഭാവികമായിട്ടും സിവിലിയൻസ് കൊല്ലപ്പെടും. അതുകൂടാതെ ഈ 47,899 പറഞ്ഞില്ലേ, ഇതിൽ തന്നെ ഏതാണ്ട് 18,000-ഓളം വരുന്നത് വിദ്യാർത്ഥികളാണ്. ചെറിയ കുട്ടികൾ മുതൽ ഏതാണ്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികൾ കൊല്ലപ്പെട്ടു. അതായത് അടുത്ത ഒരു തലമുറയെ നശിപ്പിക്കുകയായിരുന്നു ഈ യുദ്ധം എന്ന് നമുക്ക് പറയാം. ഇനി മൊത്തത്തിലുള്ള കെട്ടിടങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് 1,70,812 കെട്ടിടങ്ങൾ തകർന്നു. അതായത് ഗാസയുടെ മൊത്തം കെട്ടിടങ്ങളുടെ 69% ഇല്ലാതെയായി. ഇതാണ് പലസ്തീൻകാർക്കുണ്ടായ ദുരന്തം. മാത്രമല്ല അവിടെ പരിക്കേറ്റവരുടെ എണ്ണം എടുത്താൽ 1,10,725 പേർക്ക് പരിക്കേറ്റു. 16,300 പേരെ ഇവർ ബന്ദികളായിട്ടും മറ്റും പിടിച്ചുകൊണ്ടുപോയി. ഇതാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പലസ്തീന് അല്ലെങ്കിൽ ഈ ഹമാസിനുണ്ടായ ദുരിതം. ഇനി തിരിച്ച് ഹമാസിൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിന് ദുരന്തം ഉണ്ടായല്ലോ. ഇസ്രായേൽ 1969 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതിൽ 982 പേര് അവിടുത്തെ സാധാരണക്കാരായ ആളുകളാണ്. 987 പേര് അവിടുത്തെ പട്ടാള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇരു കൂട്ടർക്കും അങ്ങോട്ട് നഷ്ടമുണ്ടായി. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി? വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇപ്പം നിലവിൽ അവിടുത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടു, അണുബോംബ്. ആ അണുബോംബ് ഇട്ടുമ്പോൾ എത്രയും വലിയ സ്ഫോടനം ഉണ്ടാകാമോ അതിന് തുല്യമായ സ്ഫോടനമാണ് കഴിഞ്ഞ 470 ദിവസം കൊണ്ട് ഈ പറയുന്ന ഗസയിലുണ്ടായത്. എന്ന് പറഞ്ഞാൽ 85,000 ടൺ സ്ഫോടക വസ്തുക്കൾ ഗസയിൽ നിക്ഷേപിച്ചു. എന്ന് വെച്ചാൽ അവിടെ ആ ഗസയെ തകർത്ത് കളഞ്ഞു. അപ്പോൾ അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കി. അപ്പോൾ ഗസ നഗരത്തിലെ തന്നെ മൊത്തം കെട്ടിടങ്ങളുടെ 1/3 ഭാഗവും ഏതാണ്ട് ഇല്ലാതായി. അവിടുത്തെ റോഡുകൾ നശിച്ചു. റോഡുകളുടെ 69% ഇല്ലാതായി. എന്ന് പറഞ്ഞാൽ മൊത്തം കിലോമീറ്റർ കണക്കിൽ പറഞ്ഞാൽ 1180 കിലോമീറ്റർ റോഡ് ഇല്ലാതെയായി. അതുവഴിയുള്ള സഞ്ചാരം നടക്കുമോ? ഒന്നും നടക്കുന്നില്ല. അപ്പം മനുഷ്യരാശിക്ക് യാതൊരു പരിഗണനയും നൽകാതെയുള്ള ആക്രമണങ്ങൾ അവിടെ നടന്നു. പിന്നെ ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ പലസ്തീൻകാർ ഓടി രക്ഷപ്പെടണമല്ലോ. ഇവർ ഓടിപ്പോയി ഒളിച്ചിരിക്കുന്നത് അടുത്തുള്ള സ്കൂളുകളിലേക്കാണ്. അപ്പോൾ സ്കൂളുകളിൽ അഭയാർത്ഥി ക്യാമ്പുകളും തുടങ്ങി. അപ്പോൾ ഹമാസ് വീണ്ടും വന്ന് ഇസ്രായേലിന് നേരെ ബോംബാക്രമണം നടത്തും. എന്നിട്ട് ഓടിപ്പോയി സ്കൂളിൽ പോയി നിൽക്കും. അപ്പോൾ അവർ ഈ സാറ്റലൈറ്റ് വെച്ച്
പരതുമ്പോൾ ഈ ആക്രമണം നടന്ന എവിടുന്ന സ്കൂൾ പരിസരത്ത് നിന്ന് അവർ സ്കൂളുകൾക്ക് നേരെ ആക്രമണം നടത്തും. അങ്ങനെ 514 സ്കൂളുകളുള്ളതിൽ 496 സ്കൂളുകൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ 396 സ്കൂളുകൾക്ക് നേരിട്ട് ആക്രമണത്തിൽ തകർച്ചയൊക്കെ സംഭവിച്ചു. അപ്പോൾ സ്കൂളുകൾക്ക് എത്ര വലിയ നാശം ഉണ്ടായി. ഇനി അവിടെ 36 ആശുപത്രികളാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ 36 ആശുപത്രികളിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തുടർന്ന് 20 ആശുപത്രികൾ പൂർണ്ണമായും അടച്ചുപൂട്ടി. ബാക്കി 16 ആശുപത്രികൾ താൽക്കാലിക സൗകര്യത്തോടു കൂടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നും പൂർണ്ണ സജ്ജമല്ല. അപ്പം ഇസ്രായേലിന് എന്ത് നഷ്ടമുണ്ടായി, ഹമാസിന് എന്ത് നഷ്ടമായി? അപ്പോൾ യുദ്ധം ശരിക്കും ആർക്കെങ്കിലും ഗുണം ചെയ്യുമോ? ഇല്ല, യുദ്ധം ഇപ്പോൾ പലരും പറയുന്നു ജയിച്ചത് ഹമാസ് തന്നെ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തുനിന്ന് പലരും കൂകി വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവർ മനസ്സിലാക്കുന്നില്ല, ഒരു ഭാഗത്ത് ഉള്ള രണ്ട് ഭാഗത്തും സാധാരണക്കാരായ കുറേ ആളുകളുണ്ട്. ഈ യുദ്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുക, അല്ലെങ്കിൽ ഈ എന്തിനാണ് ഈ യുദ്ധം നടത്തുന്നതെന്ന് പോലും മനസ്സിലാകാതെ നിൽക്കുന്ന കുറേ സാധാരണ ജനങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ ഒന്നും മനസ്സ് കാണാതെ, ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 2023 ഒക്ടോബർ 7 അവർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ദിവസമാണ്. കാരണം അവരുടെ ഭാഗത്തല്ല തെറ്റ്. ഹമാസ് നേരെ കയറി അവരെ ആക്രമിച്ചപ്പോൾ പിടിച്ചു നിൽപ്പിൻ്റെ ഒരു രീതിക്കാണ് അവർ ആക്രമണം തുടങ്ങിയത്. പിന്നെ അത് വലിയ രീതിയിൽ ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. പിന്നെ ഹമാസിൻ്റെ പല നേതാക്കളും കൊല്ലപ്പെടുകയുണ്ടായി. ആര് സ്ഥാനാരോഹിതനായാലും അവരെയൊക്കെ തീർക്കേണ്ട നിലയിലേക്ക് ഇസ്രായേൽ എത്തുന്ന ഒരവസ്ഥ വന്നു. പിന്നീട് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പലപ്പോഴും അവരുടെ ടാർഗറ്റായി മാറി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആക്രമണം നടത്തി. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിൽ ആക്രമണങ്ങളുണ്ടായി. ഡ്രോണുകൾ വെച്ചുള്ള ആക്രമണം, പലപ്പോഴും തീവ്രവാദികൾ കടന്നു കയറിയുള്ള ആക്രമണം, അങ്ങനെ ഏത് തരത്തിലും തകർക്കുക. രണ്ട് ഭാഗത്ത് ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ ഹമാസ് ഇരിക്കുന്ന ഇപ്പോൾ പേജറുകൾ പൊട്ടിത്തെറിച്ച്, വാക്കി ടോക്കി പൊട്ടിത്തെറിച്ച്, അങ്ങനെ പല സംഭവങ്ങളും ഇപ്പുറത്തെ ഭാഗത്തും ഉണ്ടായി. എന്തായാലും ട്രംപ് വരുന്നതിന് മുൻപ് ഒരു സമാധാന കരാർ ഒപ്പുവെക്കുക എന്നുള്ള രീതി അവലംബിച്ചിട്ട് മാത്രമല്ല ബന്ദികളെ മോചിപ്പിച്ചില്ല എങ്കിൽ പിന്നെ ആ രാജ്യം തന്നെ ഉണ്ടാകില്ല എന്നുള്ള ഒരു താക്കീതും കൂടി ട്രംപ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ദികളെയൊക്കെ മോചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മോചിപ്പിച്ചു എന്ന സർട്ടിഫിക്കറ്റ് വരെ നൽകിയെന്നാണ് പറയുന്നത്. ഇപ്പം എന്താ സംഭവിച്ചറിയാം, ഈ ഓപ്പറേഷൻ അൽ-അക്സ ഫ്ലഡ് എന്ന പേരിലാണ് ഈ പറയുന്ന ഹമാസ് അവിടേക്ക് കയറി ആക്രമണം നടത്തിയത്. ഈ ആക്രമണം നടത്തുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമുള്ളത് ഇസ്രായേലിനാണ്. അതുപോലെ തന്നെ ഈ മിസൈൽ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഇസ്രായേലിന് വളരെ കൂടുതലാണ്. പെഗസസ് ഉൾപ്പെടെയുള്ള സൈബർ സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട്. മൊസാദ് പോലെയുള്ള ചാരസംഘടനയുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ശക്തമായ പ്രതിരോധ സേനയുണ്ട്. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് 7000-ഓളം വരുന്ന ഹമാസ് പോരാളികൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1200-ഓളം പേരെ കൊല്ലുകയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഇതാണ് പലരും പറയുന്നത് ഹമാസ് ജയിച്ചു എന്ന്. എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? ഹമാസ് എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ഒരു തീവ്രവാദ സംഘടന. ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളർത്തുന്ന ഷിയ തീവ്രവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ എന്ന് പറഞ്ഞിട്ട് കുറേ തീവ്രവാദികളെ വളർത്തുന്നു. ഇവർ ഇങ്ങോട്ട് വന്നിട്ട് ആക്രമണം നടത്തുന്നു. അപ്പോൾ ആദ്യം ബെഞ്ചമിൻ നെതന്യാഹു ഒന്നും ഭയന്നു. എന്നാൽ പിന്നീട് ഓപ്പറേഷൻ അയൺ സോട്ട്സ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങി. അമേരിക്ക പറഞ്ഞു ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ആക്രമണങ്ങളാണ് 15 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. അന്ന് ഖത്തറിൽ പ്രവാസിയായിരുന്ന ഒരു വലിയ നേതാവുണ്ട്, ഇസ്മയിൽ ഹനിയെ ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ കൊന്നതോടുകൂടിയാണ് ഈ പ്രത്യാക്രമണത്തിൻ്റെ രീതി തന്നെ മാറുന്നത്. ഇസ്മയിൽ ഹനിയെ കൊന്ന രീതി മൊസാദ് നടപ്പാക്കിയത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അയാൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തെന്ന രീതിയിലാണ്. അതിനുശേഷം പിന്നീട് പലരും കൊല്ലപ്പെടുകയാണ്. അവിടുത്തെ പ്രധാനമന്ത്രി, ഹമാസിൻ്റെ പ്രധാനമന്ത്രി എന്ന് കരുതപ്പെടുന്ന റൌഫി മുഷ്താഖ, അതുപോലെ തന്നെ മുഹമ്മദ് ദെയ്ഫ്, ഇവരെയൊക്കെ തന്നെ കൊല്ലുന്നു. പിന്നീട് വന്ന ഹിസ്ബുള്ളയെ നയിച്ച ഹസൻ നസ്രുള്ള എത്രയോ കാലമായിരുന്നു, അയാളെ കൊന്നു. അയാളുടെ പിൻഗാമി എന്നറിയപ്പെടുന്ന ഹാഷിം സൈഫുദ്ദീൻ അയാളെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷമാണ് പിന്നീട് വന്ന സെപ്റ്റംബർ 17 ധന്യ പറഞ്ഞ പോലെ പേജർ, വാക്കി ടോക്കി. കാരണം ലോകം അന്ന് വരെ അങ്ങനെ ഒരു ആക്രമണ രീതി കണ്ടില്ല. അത് മൊസാദിൻ്റെ ബുദ്ധിയായിരുന്നു. അതിലൂടെ ഏതാണ്ട് 100-ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. 2000-ലധികം പേർക്ക് അംഗഭംഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും പൊട്ടിച്ചിതറിപ്പോകുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം നടന്നു എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം ഏതാണ്ട് 2 മാസം മുമ്പ് മാത്രമാണ് ഇസ്രായേൽ ഏറ്റെടുത്തത്. അതുവരെ മൊസാദ് പറഞ്ഞില്ല ഞങ്ങൾ ആക്രമണം നടത്തിയെന്ന്. അപ്പോൾ ഈ രീതിയിൽ വലിയ വലിയ ആക്രമണങ്ങൾ അവിടെ നടത്തുമ്പോൾ രക്തം കൊടുത്ത് രാജ്യത്തെ സംരക്ഷിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. കാരണം എന്താ, യഹൂദരെ തുടച്ചു മാറ്റുക എന്നുള്ളതാണ് ഈ മുസ്ലിം തീവ്രവാദം വെച്ച് പുലർത്തുന്നവരുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ യഹൂദർ തുടച്ചു നീക്കപ്പെടാതിരിക്കാൻ അവരെന്തൊടുക്കും, അതിനെ പ്രതിരോധിക്കും. അവിടുത്തെ സിവിലിയൻസ് ഉൾപ്പെടെ നിർബന്ധിത പട്ടാള സേവനത്തിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലും, ഞങ്ങളുടെ രാജ്യം രക്ഷിക്കണം. അപ്പോൾ ലോകമെമ്പാടുമുള്ള യഹൂദരുടെ രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അപ്പം ആ രാജ്യത്തെ എതിർക്കാനായിട്ട് പലസ്തീനെ മുന്നിൽ നിർത്തി ഹമാസ് തീവ്രവാദികൾ കളിക്കുന്നു. ആർക്ക്
ആർക്ക് നഷ്ടമുണ്ടായി? റോഡുകളില്ലാതായി പോയി, ഗസയ്ക്ക്. അപ്പോൾ ഗസ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ സ്ഥലമാണ്. കൃത്യമായി പറഞ്ഞാൽ 365 ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ 24 ലക്ഷം ജനങ്ങൾ വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജനസാന്ദ്രത ആലോചിച്ച് നോക്ക്. ആ ജനസാന്ദ്രതയുള്ള സ്ഥലത്തേക്കാണ് ഈ ഹമാസിൻ്റെ പ്രവൃത്തി മൂലം ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഗസ നഗരം ഏതാണ്ട് 6 ലക്ഷം എന്ന് വെച്ചാൽ സിറ്റി മാത്രം 6 ലക്ഷം ആളുകളുണ്ടായിരുന്നു. ആ 6 ലക്ഷം ആളുകൾ പാർത്തിരുന്ന ആ സ്ഥലത്ത് ഏതാണ്ട് വലിയ ആക്രമണം നടത്തുകയും കെട്ടിടങ്ങളൊക്കെ തകർന്നു പോയി. 69% കെട്ടിടങ്ങൾ തകർന്നു എന്നാണ് കണക്ക്. എന്ന് പറഞ്ഞാൽ ഇനി ഈ ഗാസയെ പുനഃസൃഷ്ടിക്കണമെങ്കിൽ $5000 കോടി വേണം. ഏറ്റവും കുറഞ്ഞത് 15 വർഷക്കാലം വേണ്ടി വരും. അപ്പം നഷ്ടമാർക്കുണ്ടായി സാധാരണ ജനങ്ങൾക്ക്, അല്ലേ? അവിടെ നിന്ന് യുദ്ധം നിർത്തിയപ്പോൾ അതുകൊണ്ട് തന്നെ ഒളിച്ചോടിപ്പോയ അല്ലെ പേടിച്ച് പലായനം ചെയ്ത ഈ പലസ്തീനുകാർ തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ ഗസയിൽ താമസിക്കാനായിട്ട് ഇവിടെ നിന്ന് പോയി യഹൂദർ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നുണ്ട്. വലിയ രീതിയിൽ ഇവർക്ക് ഫുഡ് കൊടുക്കേണ്ടി വരും, ഷെൽട്ടർ ഒരുക്കേണ്ടി വരും. ഇതിനൊക്കെയുള്ള സാമ്പത്തിക നഷ്ടം ഇതൊക്കെ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? ഇപ്പം 3 ഘട്ടങ്ങളായിട്ട് വെടിനിർത്തുന്നു. അപ്പോഴുള്ള പ്രശ്നം എന്താ? 3 സ്ത്രീകൾ ബന്ദികളെയാണ് ഹമാസ് വിട്ടു നൽകിയത്. പകരം ഏതാണ്ട് 100-ലധികം പേരെ ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇവർ വിട്ടുകൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പലസ്തീൻ ജനതയാണെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നു. പക്ഷേ 16 ദിവസം കഴിഞ്ഞിട്ട് ഈ 42 ദിവസത്തെയാണ് ഈ കരാർ. ഇതിൽ 16 ദിവസം കഴിയുമ്പോൾ 2ാം ഘട്ടം എങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് ആലോചന നടത്തും. ആ ആലോചനയിൽ തൃപ്തി അല്ലെങ്കിൽ ഇസ്രായേൽ വീണ്ടും ഹമാസിന് നേരെ ആക്രമണം നടത്തും. സത്യത്തിൽ ഇവിടെ ഇസ്രായേൽ തെറ്റെന്തെങ്കിലും ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 2023 ഒക്ടോബർ 7 എന്ന് പറയുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. ഹമാസ് ജയിച്ചു എന്ന് നിലവിളിക്കുന്നവർക്ക് അപ്പോൾ മനസ്സിലാകും എന്താണ് സംഭവിച്ചതെന്നുള്ളത്. എന്തായാലും സിനുജി തുടക്കത്തിൽ പറഞ്ഞതുപോലെ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. കുറേ ജീവനുകൾ എടുക്കും, കുറേ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകും എന്നതിനപ്പുറം ആര് ജയിച്ചാലും ആര് തോറ്റാലും സമാധാനപൂർവമായ ഒരു ജീവിതമാണ് ലോകത്തുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. യുദ്ധം ആരും അംഗീകരിക്കുന്ന ഒരു കാര്യവുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ നല്ലത് തന്നെയാണ്. പക്ഷേ അത് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ എല്ലാം നല്ല രീതിയിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ ട്രംപ് വന്നു, നെതന്യാഹുവായിട്ട് കൂടിച്ചേർന്ന് ചില ആലോചിക്കട്ടെ. എന്തായാലും ഇപ്പം പൊതുവെ നാട്ടിൻപുറത്തൊക്കെ പറയുകയാണെങ്കിൽ ഹമാസിന്റെ നിക്കറ് കീറിയുന്നു. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ചില അമ്മച്ചിമാരിരുന്ന് കരയുന്നുണ്ട്, ചിരിച്ച് നിലവിളിക്കുന്നുണ്ട്, കുരയ്ക്കുന്നുണ്ട് ഹമാസ് ജയിച്ചു എന്ന്. ഇടയ്ക്കൊക്കെ ഒന്ന് നാഷണൽ മീഡിയകളും ഒന്ന് വാർത്തകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും.